സോളോ ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ സമയം രാവിലെ 5 മണി കഴിഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇനി പുതിയ പുതിയ കാഴ്ചകൾ നിൽക്കണം. അപ്പോൾ നോക്കിയേ, ഇത് ഞാൻ രാവിലെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. ഫുള്ള് കോടമഞ്ഞാണേ, ഒരു രക്ഷയില്ല. ആ അറ്റത്തൊന്നും ഒന്നും കാണാനില്ല മൊത്തത്തിൽ. ഇപ്പോൾ സമയം രാവിലെ 6 മണി കേട്ടോ. പക്ഷെ ഇവിടെ ഒക്കെ ഫുള്ള് കോടമഞ്ഞാണ്, പുറത്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പുറത്തൊന്നും കാണാൻ പറ്റിയ ഫുള്ള് കോടമഞ്ഞ കേട്ടോ. എന്താ രസം നോക്കി, കുറച്ച് സ്ട്രഗ്ലിങ് ടൈം മാത്രം. രാവിലെ തന്നെ സമയം 6 മണി. ഓസ്ട്രിയയാണ് വീട്ടു. വളരെ ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ടാണ്. അത് കഴിഞ്ഞത് ഇപ്പം ജർമ്മനി വഴി വീണ്ടും ഓസ്ട്രിയ, ജർമ്മനി, വീണ്ടും ഓസ്ട്രിയ. അപ്പോൾ ഇവിടെ കേട്ടോ ബീപ്പ് അടിച്ചു. ബീപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പോകുമ്പോൾ നമ്മളിവിടെ ഒരു മെഷീൻ അത് അടിക്കുന്നുണ്ടോ, കടന്നു പറയുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കോടമഞ്ഞൊക്കെ ഏതാണ്ട് മാറി തുടങ്ങി നല്ല രീതിയിൽ. ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ് സമയം. രാവിലെ ഇപ്പോൾ കോടമഞ്ഞൊക്കെ പോയി നല്ല ഭംഗിയായിട്ടാണ്, നല്ല അടിപൊളി വ്യൂ ആട്ടോ കാണാൻ പറ്റുന്നത്. നമുക്കിനി ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, 323 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ നമുക്ക് ചെക്കിലേക്ക് കയറണം. അപ്പോൾ ചെക്കിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ചില വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ, ഞാൻ ലാസ്റ്റ് പറഞ്ഞേ. അപ്പോൾ അത് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെക്കിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഓസ്ട്രിയ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ചെക്കിലേക്ക് എത്താറായി. ഇനി വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, 35-37 ഉള്ളിലുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഇപ്പോൾ എത്തും. അതിന് മുമ്പുള്ള ടണൽ കേട്ടോ. എത്ര മനോഹരമായ ടണലുകൾ കേട്ടോ. അപ്പുറം ഒരു വേസ്റ്റ് പോലും ഇല്ല, ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ. ഇവിടുത്തെ റോഡുകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ, ഫുൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ചപ്പ് ചവറ് വേസ്റ്റ് ഒന്നും കാണില്ല റോഡിൽ. ഇതിപ്പോൾ 3.8 കിലോമീറ്റർ നമുക്ക് ഈ ടണൽ പോകാൻ കേട്ടോ. 3.6 ഇപ്പോൾ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ടണൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും തോറും. കുറേ മനോഹരമായ കാണാനായിട്ട്, മനോഹരമായ ടണലുകൾ. മനോഹരം ഈ ടണലുകൾ, എത്ര സുന്ദരം ടണലുകൾ. അതാരോ പാടിയൊരു പാട്ടാണ്. അങ്ങനെ പാട്ടുണ്ടോയെന്നും എനിക്കറിയില്ല, പെട്ടെന്ന് പാടാൻ തോന്നി ഞാൻ പാടി നോക്കി. ആ പാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നോട് ക്ഷമിക്കണം. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ബോർഡറിലേക്ക് 14 കിലോമീറ്റർ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഒരു കുഞ്ഞൊരു എന്താ പറയുക, ഒരു ടൗണാണോ വില്ലേജാണോ എന്നറിയില്ല, ഏതായിട്ടാ ടൗണോ വില്ലേജ്. അത് ചെറിയൊരു ഗ്രാമത്തിൽ കൂടെ കേട്ടോ, വില്ലേജ് കൂടെയാണ് നമ്മൾ പോകുന്നത്. കയറ്റം കണ്ടോ, വണ്ടി വലിക്കുന്നില്ലേ. ചെറിയ ടൗണുകളാട്ടോ അതൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടി വലിച്ചുകൊണ്ടിരിക്കുന്നത് 40-50 ഇടയിലാട്ടോ. അത്ര മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. വയലുകളൊക്കെ നോക്കിയാൽ അവർ എങ്ങനെ കിടന്നോ. ഈ ഒരു
ഇതിൻ്റെ പ്രത്യേകത കണ്ടോ നമ്മൾ ഫുള്ള് ഏത് ടൈപ്പ് പ്ലോട്ടാണെങ്കിലും അവരതിൽ കൃഷി ചെയ്ത് നല്ല അന്തസ്സായിട്ട് അതിൽ വിളവെടുക്കും. അതിന് അത്രയും അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആക്കിയിടും അവർ. അവരിപ്പോൾ കൃഷി ചെയ്തില്ലെങ്കിൽ കണ്ടോ അത്ര നീറ്റായിട്ടാണ് അവർ ഈ ഒരു പ്ലോട്ട് കൊണ്ട് നടക്കണമെങ്കിൽ. ഇവിടെ അതിന് വേണ്ടി മാത്രം ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ കറക്റ്റായിട്ട് എല്ലാം ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നമ്മുടെ യൂറോപ്യൻ സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിലും ഫുൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഞങ്ങളിപ്പോൾ അത് വരുന്ന വഴിക്ക് ഇങ്ങനെ രാവിലെ തന്നെ അവർ അവരുടെ വാക്കിംഗ് ഡ്രസ്സൊക്കെ ആയിട്ട് അവർ പുല്ല് ചെത്താനും അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അവരോരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും മനോഹരമായിക്കൊണ്ടിരിക്കുക അവർ. പുല്ലൊക്കെ വെട്ടി നികത്തി അതിനെ നല്ല അടിപൊളിയായിട്ടുണ്ടോ. ഈ യാത്രയെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരത്രത്തോളം മനോഹരമായിട്ട് അവർ ഇതിനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. എത്ര ഏത് സൈസ് പ്ലോട്ട് കിട്ടില്ല. കാരണം ഇവിടെ ഒരു കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പല സൈസ് രീതിയിലാണ് ഇവിടുത്തെ പ്ലോട്ടുകളിൽ ഇത് കിടക്കുന്നത്. പക്ഷേ അവരതിനെ കൃഷി ചെയ്തിട്ടും കൃഷി ചെയ്യാതെയും അവർ അത്രയും മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. നോക്കിയാൽ ഇതിപ്പോൾ നമുക്ക് സ്പീഡ് ലിമിറ്റ് 70 ആണ് പോയി ഞങ്ങോട്ട്. നമുക്കിവിടെ ഓരോ റോഡിനും ഓരോ ബോർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ബോർഡിനനുസരിച്ച് നമുക്ക് ഇതുകൂടെ ഡ്രൈവ് ചെയ്ത് പോകാവും. അപ്പോൾ നമ്മൾ ഇതുകൂടെയൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണ്ട പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്തോടെയാണ്. ഇവിടെ വലിയ സ്പീഡോ കാര്യങ്ങളൊന്നും പറ്റില്ല. വളരെ സ്ലോയിലും വേണം പോകാനായിട്ട്. കാരണം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഉണ്ട്, അതുപോലെ തന്നെ യാത്രക്കാരുണ്ടാവും. ഇവിടെ കാൽനട യാത്രക്കാർക്കാകുമ്പോൾ എപ്പോഴും കൂടുതൽ പ്രയോറിറ്റി. അപ്പോൾ നമ്മളതനുസരിച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആൾക്കാർ വണ്ടി അങ്ങോട്ട് റോഡ് മറിച്ച് കിടക്കുകയാണെങ്കിൽ. ഓക്കെ, അതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് പ്രയോറിറ്റി നമുക്ക് ആൾക്കാർക്കാണ്. നമുക്ക് പ്രയോറിറ്റി ഉണ്ട്, അത് ചില സ്ഥലങ്ങളിലാണ് നമുക്ക് പോകണത്ത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. വീഡിയോയ്ക്ക് ക്ലാരിറ്റിയിലാണ്. അപ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റിയിലത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ക്യാമറയുടെ ക്ലാരിറ്റി ഇച്ചിരി കുറയും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടമൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഇതേമാതിരി പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല ഇതേപോലെ വ്യൂവേഴ്സ്, അതായത് വീഡിയോസിലൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ കാണാനും അത് ഇങ്ങനെ പകർത്തെടുത്ത് നിങ്ങളെ കാണിക്കാനും കിട്ടുന്നൊരു സന്തോഷം അത് വേറെ ഒന്നാണ് കേട്ടോ. അതുകൊണ്ടോ ഈ സൂര്യപ്രകാശം മുഖത്തി അടിക്കുന്നതുകൊണ്ടാട്ടോ എനിക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 7 കിലോമീറ്റർ ഉള്ളൂ ബോർഡറിലേക്ക്. അപ്പോൾ നമുക്കിന്ന് -1 ഡിഗ്രി ആട്ടോ ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ നമ്മളത് ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൈട്ടോ ബോക്സാണ്. ഓക്കെ, നമ്മൾ ചെക്കിലേക്ക് കയറിയ മൈട്ടോ ബോക്സാണ്. അപ്പോൾ ഇതാട്ടോ മൈട്ടോ ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് റിപ്പബ്ലിക്ക് കയറണമെങ്കിൽ നമുക്ക് ഈ ബോക്സ് വേണം. നമ്മുടെ വണ്ടി എന്താ അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ മൈട്ടോ ബോക്സ് വാങ്ങി കണക്ട് ചെയ്തിട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇനി വണ്ടി കൊണ്ട് പോവാണ് ബോർഡറിലേക്ക്. ഇനി അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് -1 ഡിഗ്രി കേട്ടോ. തണുപ്പുണ്ട്, നല്ല തണുപ്പാണേ.
പുതിയ വണ്ടികളുടെ ഈ ചില രാജ്യങ്ങളുടെ അതേമാതിരി ചില ഇവിടെ ലക്ഷംബർഗ് വേറെ സ്ഥലങ്ങളിലൊക്കെ വിഗിനിറ്റ് വേണം. അത് ചോദിച്ച് വാങ്ങിക്കണം. ഓഫീസിൽ നിന്ന് തരാൻ മറന്ന ബോർഡർ ഒരു കാരണവശാലും കിടക്കരുത്. നമ്മുടെ 4 മണിക്ക് കമ്പനി ക്ലോസ് ആയി പോകും. അത് കഴിഞ്ഞ് തന്നിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തന്നിട്ടില്ല പറഞ്ഞാൽ ബോർഡറിൽ കിടക്കുക. ഓക്കെ. അവിടുത്തെ ചില ഇതിലൊക്കെ അവിടെ പോകാനൊക്കെ ഓഫീസ് തുറക്കാം. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചെക്കിലേക്ക് കയറി കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്കിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 264 കിലോമീറ്റർ നമുക്ക് ഇനി ഓടാനുണ്ട് കേട്ടോ. ഇനി അപ്പോൾ ഇത് ചെക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്ര മനോഹരമായിട്ടുള്ള വഴി നോക്കിയാൽ 2 സൈഡ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചത് നല്ല ഭംഗിയായിട്ട്. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആവശ്യമുള്ള കേട്ടോ. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ളതാണ്. മെയിനായിട്ട് ട്രക്ക് ഡ്രൈവേഴ്സിനാണ്